അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സാധാരണ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമെന്നുള്ള യാഥാർത്ഥ്യം അത് നമ്മുടെ മരണമാണ്. എന്നാൽ നമ്മുടെ മരണം എപ്പോഴാണ്, എവിടെ വെച്ചിട്ടാണ് സംഭവിക്കുക? അത് ഈ ലോകത്ത് അടങ്ങിയിരിക്കുന്ന കോടാനുകോടി മനുഷ്യരിൽ ഒരാൾക്ക് പോലും പറയാൻ കഴിയില്ല. നമ്മുടെ മരണം ഇപ്പോൾ ഞാൻ എവിടെ വെച്ച് മരിക്കും, നിങ്ങൾ എവിടെ വെച്ചിട്ട് മരിക്കും എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊരു കാലാവധി ഒരുക്കിയിട്ടുണ്ട്, നിശ്ചയിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, വല യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. ഒരാൾക്കും അയാളുടെ അവധി വന്നെത്തിയാൽ അള്ളാഹു സമയം നീട്ടിക്കൊടുക്കുകയേയില്ല. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അപ്പോൾ അള്ളാഹു നിശ്ചയിച്ച അവധി വന്നെത്തിയാൽ, പടച്ച തമ്പുരാൻ നിശ്ചയിച്ച് വെച്ച അവധി വന്നെത്തിയാൽ, ആ അവധിയിൽ നിന്ന്, മരണത്തിൻ്റെ കിടപ്പറയിൽ നിന്ന് ഒരു നിമിഷം പോലും വലിച്ചു കയറ്റാൻ ലോകത്തിലൊരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനും സാധ്യമല്ല, ഒരു നൈപുണ്യമുള്ള ഡോക്ടർക്കും സാധ്യമല്ല. കാരണം മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യം അള്ളാഹുവിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അത് പടച്ച റബ്ബിൻ്റെ വിധിയാണ്. ഐനമാ തകൂനു യുദ്രിക്കുമുൽ മൗത്ത് വലൗ കുൻതും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയായിരുന്നാലും മരണം നിങ്ങളെ പിടികൂടുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, മരിക്കുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എപ്പോഴാണ് മരിക്കുക? ഈ ഒരു മിനിറ്റിന് ശേഷം ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ കയ്യിൽ എന്താണുള്ളത്? ഞാൻ എന്താണ് ഇത്രയും വർഷം ഈ ദുനിയാവിൽ ജീവിച്ചിട്ട് നേടിയെടുത്തത്? ഒരു ചെറിയ കഥ പറയാം. ഖാല സഅതൂബു ഗദൻ നാമ വലം യസ്തയഖിൽ. ഖാല പറഞ്ഞു, സഅതൂബു ഗദൻ ഞാൻ നാളെ തൗബ ചെയ്യാം. നാമ ഉറങ്ങി, വലം യസ്തയഖിൽ പക്ഷെങ്കിൽ അവൻ എഴുന്നേറ്റിട്ടില്ല. അവൻ അള്ളാഹു കൊടുത്ത കാലാവധി കഴിഞ്ഞു, അവനിനി എഴുന്നേൽക്കില്ല. ഇതുപോലെയാണ് നമ്മൾ. ഒരു നന്മ ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, സമയമുണ്ടല്ലോ എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ കഥ പ്രിയമുള്ളവരെ നമുക്ക് പാഠമാകേണ്ടതുണ്ട്. നന്നാവാൻ ഒരിക്കലും നമ്മൾ നാളത്തെ പ്രതീക്ഷിച്ച് കാത്തിരിക്കണമെന്നില്ല. ഈ നിമിഷം നമുക്ക് നന്നാകാം. ഈ നിമിഷം നമ്മൾ മരിച്ചാൽ നമ്മുടെ കയ്യിൽ എന്താണുള്ളത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോൾ ഓരോ സെക്കൻഡും നമ്മൾ സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക. അതിനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.